എൻ്റെ പ്രസ്ഥാനം എന്ത് തീരുമാനമെടുത്തു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം എന്ത് തീരുമാനമെടുത്തു എന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തെ ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടമാക്കി മാറ്റിയത് എൻ്റെ പ്രസ്ഥാനമാണ്, അല്ലേ? അപ്പൊ എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വളർന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്ത തെറ്റിന് എൻ്റെ പ്രസ്ഥാനത്തിന്റെ തീരുമാനം എന്തായിരുന്നു എന്നാണ് ഉത്തരവാദിത്വമുള്ള ഒരു പ്രവർത്തക എന്ന നിലയിൽ ഞാൻ നോക്കേണ്ടത്. നമസ്കാരം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താഹിറയുടെ അടുത്താണ്. താഹിറയ്ക്ക് SK പൊറ്റക്കാട് പുരസ്കാരം ലഭിച്ച വിവരം എല്ലാവരോടും അറിയിക്കുകയാണ്. താഹിറ, ഒരുപാട് സന്തോഷം. ഈ എഴുത്തുകാരി ആയത് കോഇൻസിഡൻ്റ് ആയിട്ടാണ് എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെ. ഈ ഒരു പുരസ്കാരം കിട്ടുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ എഴുത്തുകാരിയായിട്ട് അംഗീകരിക്കപ്പെട്ടു എന്നൊരു തോന്നൽ. ഞാനിപ്പോൾ എഴുതാൻ തുടങ്ങിയിട്ട്, എൻ്റെ പുസ്തകമൊക്കെ ആയിട്ട് എഴുതാൻ തുടങ്ങിയിട്ട് 2021 ആദ്യ പുസ്തകം ഇറങ്ങുന്നത്. ഇപ്പോൾ 5 വർഷമായില്ലേ. അതിന് മുന്നേ എഴുതുക എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരിലും ഉണ്ടാവും. ചില ആളുകൾ അത് ഡയറി ആയിരിക്കും, ഇപ്പോൾ ലേറ്റസ്റ്റ് ആണെങ്കിൽ അതൊരു പക്ഷേ വ്ളോഗായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കുറിക്കുന്ന ആളുകളായിരിക്കും. എഴുത്തൊരു കൈൻഡ് ഓഫ് റിലീഫാണ്. നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഡയറി എഴുതുമ്പോൾ നമുക്കൊരു സുഖം കിട്ടാറില്ലേ? ആരോടോ എന്തോ പറഞ്ഞു വെച്ചു എന്ന് തോന്നുന്നതല്ലേ ഒരു ഡയറി കുറിപ്പ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിറ്റേഷനാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് റിലീഫാണ്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എനിക്കൊന്ന് മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ടാണ് ആ റേഞ്ചിലോട്ട് വന്നത്. അല്ല, അങ്ങനെയല്ല. നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് എന്താണോ അത് ഒരു പക്ഷേ യോഗയായിരിക്കാം, വേറെ ടൈപ്പ് എക്സസൈസ് ആയിരിക്കാം, പാട്ടായിരിക്കാം, യാത്രയായിരിക്കാം, എഴുത്തായിരിക്കാം. എന്താണോ നമ്മുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ആക്കുന്നത് അതൊരു കൈൻഡ് ഓഫ് മെഡിറ്റേഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പോൾ ഒരു യാത്ര പോവും, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ഫുഡ് ഒറ്റയ്ക്ക് പോയിരുന്ന് കഴിക്കുക, ഒരു സിനിമ കാണുക, ഒറ്റയ്ക്ക് ഇരുന്നൊരു സിനിമ കാണാൻ പോവുക. അല്ലെങ്കിൽ അവിടെ ഒരു റൂമുണ്ട്, ഒറ്റയ്ക്ക് കുറേ നേരം ആ റൂമിൽ എന്തെങ്കിലും വായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എഴുതുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു കൂട്ടത്തിൽ. അത് ഇപ്പോൾ തുടങ്ങിയതൊന്നല്ല, അങ്ങനെ ഒരു വായനാശീലം വളരെ ചെറുപ്പത്തിലേ ഉണ്ട്. കോളേജിലൊക്കെ പോകുന്ന ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയിരുന്ന പുസ്തകത്തിൽ നിന്നൊക്കെ തുടങ്ങിയൊരു വായനാശീലം അത് ആദ്യമേ ഉണ്ട്. അതെനിക്കിഷ്ടമാണ്, വായിക്കാൻ നല്ല ഇഷ്ടമാണ്. ഈ ഇന്ദസാർ എന്ന ആ ഒരു പേര് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇന്ദവാറാണ് ശരിക്ക്, അതൊരു അറബിക് പേരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെഡിക്കൽ പ്രൊഫഷണലാണ്. അപ്പം കഴിഞ്ഞ 16 വർഷമായിട്ട് അറബ്സുമായിട്ട് തന്നെയാണ് എൻ്റെ മെഡിക്കൽ പ്രൊഫഷണൽസ്, എൻ്റെ പേഷ്യൻസ് ആയിട്ട് വരുന്നത്. എപ്പോഴും നമ്മളൊരാളോട് അവരുടെ ടേൺ വരാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും അവർ ഡോറിൽ വന്ന് മുട്ടുന്ന സമയത്ത് അവരുടെ ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറയുന്ന, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നൊരു പദമാണ് ഷോയെന്തവാർ, നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. എൻ്റെ പുസ്തകത്തിൽ ഉടനീളം ഒരു പക്ഷേ പ്രണയത്തിൻ്റെ ഒരു കാത്തിരിപ്പാണ്. ഡേ ടു ഡേ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയതും ഈ പുസ്തകമായിട്ട് കണക്റ്റഡ് ആയതും കൂടി ഉള്ളൊരു പേരാണ് ഇന്ദലാർ. അപ്പോൾ അതിന് പിന്നെ ഒരു ടൈറ്റിൽ കാത്തിരിപ്പിന്റെ സൗന്ദര്യം എന്നും കൂടി വന്നപ്പോൾ അത് പരക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുറെ പേരോട് ചോദിച്ചിട്ടുണ്ട് അതെന്താ അങ്ങനെ ഒരു പേര്. ഇന്ദസാർ ആണ് ഉറുദുവില്, ഇന്ദലാർ ആണ് അറബിയില്. ബട്ട് ഐ മെഡ് ഇറ്റ് ആസ് ഇന്ദദാർ എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു അറബിയും അല്ല, ഉറുദു അല്ല, മലയാളവും അല്ലാത്ത രീതിയിൽ ആ ഒരു ധായ അങ്ങനെ എടുത്തതാണ്. ഈ പുസ്തകം പരക്കെ വായിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു അങ്ങനെ തന്നെ വന്നത്? അതിൽ ഒന്നാമത്തേത് അത് ഒരു ലേഡി വന്ന് പറഞ്ഞ റിയൽ ലൈഫാണ്. അതിൽ കണക്ട് ചെയ്ത സ്ത്രീകൾ അവരൊക്കെ കാത്തിരിക്കുന്നത് അവരനുഭവിച്ച പ്രണയത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ ഭാര്യ ഭർത്താവുണ്ട്, ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ മരണപ്പെട്ടു പോയ പാർട്ട്നേഴ്സിൻ്റെ കാത്തിരിപ്പുണ്ട്, ഒന്നിക്കാൻ പറ്റാത്ത പ്രണയത്തിൻ്റെ കാത്തിരിപ്പുണ്ട്, എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരും എന്ന് കരുതിയിട്ട് കാത്തിരിക്കുന്ന സ്ത്രീയുണ്ട്. ഇവരൊക്കെ ഞാൻ ജീവിതത്തിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എഴുതുന്ന സമയത്ത്.
അതേ ഞാൻ തന്നെ സമകാലികമായിട്ട് ഇപ്പോൾ ഞാനൊക്കെ ഒരു മില്ലേനിയം കാലഘട്ടത്തിലുള്ള ആളെന്ന് പറയാം. നമ്മളിന്ന് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ജെൻസി കുട്ടികളാണെങ്കിലും അവരൊക്കെ ഇപ്പോൾ ഒരു എല്ലാവരും ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷേ പല വേർഡും യൂസ് ചെയ്യുമ്പോൾ ഞാൻ വളരെ ആശ്ചര്യത്തോടെ തന്നെ നോക്കിക്കണ്ടൊരു വേർഡാണ് ബെഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ 2 മക്കളും ജെൻസിയാണ്. അപ്പോൾ ജെൻസി ഉണ്ട്, ജെൻ ആൽഫയുണ്ട്. അപ്പോൾ ജെൻസിയാസ് ആയിട്ടുള്ള എൻ്റെ പിന്നെ ടീനേജേഴ്സ് ആയിട്ടുള്ള മക്കളോട് ഞാൻ ചോദിച്ചു, ബെഞ്ചിങ് എന്നതിൻ്റെ കംഫർട്ട് എന്താണ്? ഒരാളെ പ്രണയിക്കുമ്പോൾ നിങ്ങൾ വേറൊരാളെ കംഫർട്ട് സോണിൽ നിർത്തുന്നതിനാണ് ബെഞ്ചിങ് എന്ന് പറയുന്നത്. അതായത് എങ്ങാണ്ട് ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്നെ തേച്ചിട്ട് പോയാൽ ഐ ഹാവ് എൻ അനദർ പേഴ്സൺ ടു കംഫർട്ട് മീ. അതിലെൻ്റെ പ്രണയത്തെ കംഫർട്ട് ചെയ്യാനുണ്ട്, എൻ്റെ ഇമോഷൻസിനെ കംഫർട്ട് ചെയ്യാനുണ്ട്. അപ്പോഴാണ് ഞാനൊക്കെ ഇതിൽ എഴുതി വെച്ചതും ഇവർ ഈ പറയുന്നതും തമ്മിലുള്ള അന്തരം. അതായത് ഈ 90s പ്രണയമാണ് ഈ പറയുന്നത് പോലെ കാത്തിരിപ്പ്. അതായത് ശരിക്ക് നമ്മളൊരു റോങ് പേഴ്സണിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ പ്രണയവുമുണ്ട്, അത് അംഗീകരിക്കാത്ത പ്രണയവുമുണ്ട്. എന്നാൽ ഇന്നത്തെ ജനറേഷൻ പറയുന്ന പോലെ ഒരു ബെഞ്ചിങ് മോഡൽ പ്രണയം എന്താ പറയാ ഉണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതിന് അതെ 30-35 വർഷം നിങ്ങൾ കാത്തിരിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ സ്പോയിൽ ചെയ്യുന്ന നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെയാണ്. അത് തിരിച്ചറിയാതെ പോകുന്നത് പൊട്ടത്തരാണെന്ന് പറയുന്ന ഒരു ജനറേഷൻ ഉണ്ട്. എന്നാൽ നമുക്കത് കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് ആ പ്രണയത്തിൻ്റെ പവിത്രത എന്താണെന്ന് അറിയാഞ്ഞിട്ടാണെന്ന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കേൾക്കുമ്പോൾ ഞാനൊക്കെ ഇപ്പോൾ സൈലൻ്റ് ആവുന്ന അവസ്ഥയാണ്. കാരണം വൈ ടു ഇൻവെസ്റ്റ് ഓൺ എ റോങ് പേഴ്സൺ മൈ ഹോൾ ലൈഫ്? അങ്ങനെ അത് ചോദിക്കുന്നത് ഒരു വലിയ ക്വസ്റ്റ്യനാണ് അല്ലേ? കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഒറ്റപ്പെടുന്നത് ജീവിതത്തിൽ? എന്തുകൊണ്ടാണ് നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്? അവർക്കും ഉണ്ട് കേട്ടോ, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അവർക്കും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് പ്രണയത്തിൻ്റെ പേരിൽ ഹാൻഡിൽ ചെയ്യുന്ന രീതി വളരെ വ്യത്യാസമാണ്. കറക്റ്റ്. അതായത് വിവാഹമായിരുന്നാലും പ്രണയമായിരുന്നാലും നമ്മൾ റോങ് പേഴ്സണെയാണ് ചൂസ് ചെയ്തെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ടോട്ടലി നമുക്ക് പലപ്പോഴും പണ്ടൊക്കെ കോംപ്രമൈസ് എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതായത് വേറെ മാർഗമില്ല, കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. പക്ഷെ ഇന്ന് ആ ഒരു സംഭവം ഇല്ല. ഇന്നിപ്പോൾ കല്യാണം കഴിച്ച് കുട്ടിയായാലും അവർ മനസ്സിലാക്കണം, എൻ്റെ പാർട്ട്ണർ നല്ലതല്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ഡിസിഷൻ എടുക്കാൻ അറിയാം. അപ്പം നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഹസ്ബൻഡുമായിട്ടൊരു വിഷയം ഉണ്ടെങ്കിൽ എന്താ ആദ്യം പറയുക? ആദ്യം നീ ഒന്ന് ക്ഷമിക്കുക, എന്ന് ക്ഷമിച്ചിട്ട് നീ ഒന്ന് ശരിയാക്കാൻ നോക്ക് എന്ന് നമ്മളുടെ പാരൻസ്. അപ്പം എൻ്റെയൊക്കെ അനുഭവത്തിലൊക്കെ കേട്ടതും കണ്ടതും അനുഭവിച്ചതൊക്കെ ആയിട്ടുള്ളതിൽ എന്താണ് ആദ്യം പറഞ്ഞു തരുന്നത്? നീ ഇന്ന് അയാളുടെ ഭാര്യയാണ്, അയാളുടെ നല്ല പാതിയാണ്. സോ അയാളുടെ അടുത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്കിനെ നീ കറക്റ്റ് ചെയ്തിട്ട് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കാൻ നോക്കുക എന്ന് പറയും. നേരെ മറിച്ച് ഇന്നത്തെ കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് 24-25 വർഷം വരെ വളർത്തി വലുതാക്കിയ പാരൻസിന് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഇന്നലെ വന്ന എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ എന്താ അവരുടെ മോനെ അല്ലെങ്കിൽ അവരുടെ മോളെ നന്നാക്കാനുള്ള ടീച്ചറാണോ? അല്ലെങ്കിൽ ഞാനാണോ അത് ചെയ്യേണ്ടത്? അതൊരു വലിയ ചോദ്യമാണ്, സത്യമല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഒരു സിംഗിൾ മദർ ആവും, നീ അനുഭവിക്കാൻ പോകുന്ന സോഷ്യൽ പിന്നെ ബുദ്ധിമുട്ടുകൾ, സാമൂഹികപരമായിട്ട് നീ അനുഭവിക്കാൻ പോകുന്ന ചോദ്യങ്ങളും പറച്ചിലുകളും നീ അനുഭവിക്കാൻ പോകുന്ന ഫ്രസ്ട്രേഷൻസൊക്കെ എന്താണെന്ന് എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും ഞാൻ എൻ്റെ കംഫർട്ടബിൾ സോണിൽ നിന്നോളാം എന്ന് പറയുന്ന ഒരു ജനറേഷനെ നമുക്കൊന്ന് നോക്കിക്കാണാൻ ഒരുപാട് കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും എല്ലാവരും ഡൈവേഴ്സ് വളരെ കോമൺ ആണ്. അതെ, അല്ലാതെ പണ്ട് കാലത്തുള്ള കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. പണ്ട് ഈ പറയും പോലെ നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞ ഒരു അടിമകളെ പോലെയായിരുന്നു സ്ത്രീകൾ ഒരു പരിധി വരെ. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടുന്ന് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ആരുമില്ല. ഇന്നത്തെ യങ് ജനറേഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് ജോബുണ്ട്, അവർ സ്വന്തമായിട്ട് നിൽക്കാൻ, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ട്. അതുകൂടെ ഒരു കാരണമല്ലേ? അതുണ്ട്. പിന്നെ നമ്മൾ എൻ്റെ പണ്ടൊരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അതിൽ എന്നെ ഫെമിനിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നതിൻ്റെ പകരം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്നൂടാ, അത് നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടല്ലേ എന്നൊരു ഓഡിയൻസ് ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്നായിരുന്നു ആ ഒരു വീഡിയോ ഒരുപാട് പേര് വിമർശിക്കപ്പെട്ടത്. പക്ഷേ
അന്നും ഇന്നും ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാം, ഫെമിനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ നന്നായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ്. അതായത് പണ്ട് അത് ഫെമിനിസം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് പറയുക, കോൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു റോങ് ലെവലിൽ പോയത്, ഫെമിനിസം എന്ന് ഉള്ള കോൺസെപ്റ്റിൽ വട്ടക്കണ്ണാടിയും സ്ലീവ്ലെസ് ബ്ലൗസും ഇട്ടിട്ട് ശംഭു ഇന്ന് തേങ്ങ അരച്ച കോഴിക്കറി വെക്കണേ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു പണ്ട് സുകുമാരി ചേച്ചിയെല്ലാം അഭിനയിച്ച ഒരു സിനിമയിൽ. അതായത് ഫെമിനിസത്തെ ആക്ഷേപഹാസ്യം ആക്കിയിട്ട് കലാകായിക രംഗങ്ങളിലും മിമിക്രി വേദികളിലൊക്കെ ഫെമിനിസത്തെ ഒന്ന് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ കളിയാക്കിയ ഒരു കോൺസെപ്റ്റാണ് പരക്കെ ആണുങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോമിനൻസ് എപ്പോഴും ആണുങ്ങൾ സമൂഹത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇന്നും ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ നിന്നൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫെമിനിസം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വുമൺ എംപവർമെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഏറ്റവും നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്തത് കേരളത്തിലും മലപ്പുറത്താണ്.